അപ്പോ ഈ കാത്തിരിക്കുന്ന ഇമാമിന്റെ രൂപം എങ്ങനെയായിരിക്കും? അതിനെക്കുറിച്ചും പ്രവചനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് നോക്കിയാലോ ആ രൂപം എങ്ങനെയായിരിക്കുമെന്ന്. ആദ്യമായിട്ട് പറയുന്നത് മുഖത്തെക്കുറിച്ചാണ്. തിളങ്ങുന്ന ഒരു നക്ഷത്രം പോലെ പ്രകാശിക്കുന്ന മുഖം. പിന്നെ അദ്ദേഹത്തിന്റെ വലതു കവിളിൽ ഒരു കറുക്ക മറക്, ഒരു പ്രത്യേക അടയാളമായിട്ട്. വിശാലമായ നെറ്റിത്തല, ഉയർന്ന മൂക്ക്, ഇതൊക്കെയാണ് ആ രൂപത്തെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ. ശരി, അപ്പൊ അദ്ദേഹത്തിന്റെ രൂപം എങ്ങനെയായിരിക്കുമെന്നതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടി. ഇനി അടുത്ത ചോദ്യം, അദ്ദേഹം എപ്പോഴാണ് തിരികെ വരിക? ആ വരവിനെ സൂചിപ്പിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. പ്രവചനങ്ങളനുസരിച്ച് അദ്ദേഹത്തിന്റെ വരവിനു മുൻപ് പല പ്രധാനപ്പെട്ട അടയാളങ്ങളും ഈ ലോകത്ത് കാണാൻ തുടങ്ങും. അതിൽ ചിലത് ഇങ്ങനെയാണ്. സിറിയയിൽ നിന്ന് സുഫിയാനി എന്നൊരാള് വരും. യമനി എന്നൊരാളുടെ വരവ്. പിന്നെ റമദാൻ മാസത്തിൽ ആകാശത്തുനിന്ന് ഒരു വിളി കേൾക്കും. ആ വിളിയിൽ അദ്ദേഹത്തിന്റെ പേരും പിതാവിന്റെ പേരും വ്യക്തമായിട്ട് മുഴങ്ങുമെന്നും പറയുന്നു. അപ്പോ എന്തിനാണ് ഈ വരവ്? എന്താണ് അദ്ദേഹത്തിന്റെ പ്രധാന ദൗത്യം? വളരെ സിമ്പിളാണ്. ഈ ലോകം തിന്മ കൊണ്ടും അനീതി കൊണ്ടും അങ്ങേയറ്റം നിറയുമ്പോൾ അദ്ദേഹം തിരികെ വരും. എന്നിട്ട് നീതിയിൽ മാത്രം കെട്ടിപ്പൊക്കിയ ഒരു പുതിയ ലോകം, ഒരു ആഗോള ഭരണം സ്ഥാപിക്കും. അങ്ങനെ നമ്മൾ ഈ കഥ തുടങ്ങിയ അതേ വാചകത്തെ തന്നെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ ഒരു വാഗ്ദാനത്തോടെ നമുക്ക് നിർത്താം. എപ്പോഴാണോ ഈ ലോകം അടിച്ചമർത്തലും സ്വേച്ഛാധിപത്യവും കൊണ്ട് നിറയുന്നത്, അപ്പോ അദ്ദേഹം വരും. വന്നിട്ട് അത് നീതിയും സമത്വവും കൊണ്ട് നിറയ്ക്കും. ശരിക്കും ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് മനുഷ്യർക്ക് ഇന്നും പ്രതീക്ഷ നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വാക്കുകൾ.